ഏത് അയ്യോ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ദുബായ് ഫ്രെയിം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. വന്നിട്ട് കുറേ നാളായിട്ട് ജിതിശേട്ടൻ പറയുന്നുണ്ട് ദുബായ് ഫ്രെയിം ഒന്ന് കാണാൻ പോകാമെന്ന്. പക്ഷേ എൻ്റെ ഈ മടി കാരണം എനിക്ക് 2 ദിവസം ലീവ് കിട്ടുന്ന സമയത്ത് മാത്രമേ പോകാൻ ഇഷ്ടമുള്ളൂ യാത്രകൾ. അങ്ങനെ പോസ്റ്റ്പോണ്ട് ചെയ്ത് ഇന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു എന്തായാലും ഇന്ന് കാണാൻ പോകാമെന്ന്. തലേ ദിവസം തന്നെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങിയപ്പോൾ എന്തായാലും ഒരു ഉച്ച സമയമൊക്കെ ആയി. ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് ടാക്സിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ ബുക്ക് ചെയ്തൊക്കെ ഇടുവാണ്. അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഫുൾ വെയിലും വിത്ത് കാറ്റും. മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടതൊക്കെ പാറി പറന്ന് എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു എന്തിനാണാവോ ഞാനിങ്ങനെ മുടി സ്ട്രെയിറ്റ് സെറ്റ് ചെയ്തൊക്കെ ഇട്ടത്. കാരണം കാറ്റ് ഫുൾ അത് കൊണ്ടുപോയി കേട്ടോ. നല്ല രസമുള്ള വിഷ്വലായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കറങ്ങി വിഷ്വൽ എടുക്കുമായിരുന്നു. അപ്പോഴത്തേനും ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കയറി ചേച്ചി വരുന്നില്ല എന്നൊക്കെ ചോദിക്കുവാണ്. കാരണം ഞാൻ അവിടെ നിന്ന് കറങ്ങി കളിക്കുവാണ്. ഇന്ന് എനിക്ക് ഫുൾ അബദ്ധമായിരുന്നു പറ്റിയത്. ഞാൻ മേക്കപ്പ് ഇട്ട ശേഷം സൺസ്ക്രീൻ ഇടാനായിട്ട് ഓർത്തത്. പിന്നെ അതിൻ്റെ മേക്കപ്പിന് ശേഷം സൺസ്ക്രീൻ ഇട്ടിട്ട് എൻ്റെ മേക്കപ്പ് ഫുള്ള് പോയിട്ട് പിന്നെ ഞാൻ മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു 45 മിനിറ്റ്സിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുവാണ്. ദൂരെ നോക്കുമ്പോൾ ഇത് വെറും ഒരു ഫ്രെയിമാണ്. പക്ഷേ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. വേനൽക്കാലത്തിലും വസന്തം നിൽക്കുന്ന നമ്മുടെ ഗുൽമോഹർ മരങ്ങളൊക്കെ അവിടെ ഒരു തണൽ വൃക്ഷങ്ങളായിട്ട് മെയിനായിട്ട് അവിടെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് കടക്കാനായിട്ട് പോവാണ്. വെയിലെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള വെയിലായിരുന്നു. ഇതിൻ്റെ ഈ ഗോൾഡൻ ഷെയ്ഡിലൊക്കെ വെയിൽ തട്ടിയിട്ട് എക്സ്ട്രാ ചൂടടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാണാൻ എന്ത് രസമായിരുന്നെന്നറിയോ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഭംഗിയാക്കുന്നത് ഈ ഒരു പാർട്ടാണേ. തൊട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ട് ചെല്ലുന്നത് നമ്മുടെ ദുബായിയുടെ ഒരു ചരിത്രത്തിലേക്കാണ്. പേര് പോലെ തന്നെ ദുബായിയുടെ ഒരു ഫോട്ടോ ഫ്രെയിമാണിത്. നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ഒരു വിഷ്വൽ എഫക്റ്റോട് കൂടി നമ്മളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. മുന്നോട്ട് പോകുന്തോറും ഒരു ജനാലയ്ക്കപ്പുറം ഈ മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ടോ, ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണോ, അവരുടെ അടുത്തേക്കാണോ നിൽക്കുന്നതെന്ന് തോന്നിപ്പോവും. നമ്മൾ പണ്ട് ആഗ്രഹിച്ചിട്ടില്ലേ പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാരെങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക, അതൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ. അതിൻ്റെ ഒരു നേർക്കാഴ്ച പോലെയാണ് എനിക്കിത് തോന്നിയത്. ഇവിടുത്തെ പഴയകാല ജീവിത രീതികളും ജീവിത മാർഗത്തിനായിട്ട് അവർ എന്തൊക്കെ തൊഴിലുകളിലാണ് ഏർപ്പെട്ടിരുന്നതും ഒക്കെ കാണിക്കുന്ന ഒരു ഭാഗമാണിത്. ഒരു വ്യവസായത്തിൻ്റെ ഹിസ്റ്ററിയും പല കടകളിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഇതിൽ ഓരോ കടകളിലും ഓരോ വ്യവസായങ്ങളാണ്. ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മഖൂം, അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ ഈ ഹിസ്റ്ററി ഒരിക്കലും അവസാനിക്കുന്നുമില്ല തുടങ്ങുന്നുമില്ല. 1958 അദ്ദേഹം ഭരണ ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം നടന്നത് ഒരു ചരിത്രം തന്നെയാണ്. ചെറിയൊരു മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ദുബായ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയൊരു മെഗാ സിറ്റിയായി മാറിയതിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. ദുബായിയുടെ വളർച്ചയുടെ ഒരു ഹിസ്റ്ററി അദ്ദേഹത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ദുബായ് എന്ന് വിശേഷിപ്പിക്കുന്നതും. അന്നത്തെ പല വ്യവസായത്തിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിയതും ഒക്കെ അദ്ദേഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചരിത്രം, ദുബായിയുടെ ചരിത്രം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അദ്ദേഹത്തിലൂടെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കോഡ്സാണിത്. ഇത് പഴയ ദുബായ് എയർപോർട്ടാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പ്രസൻറ്റ് ഓഫ് ദുബായ് ആണ്. ദുബായ് നഗരത്തിൻ്റെ മധ്യത്തിൽ സബീൽ പാർക്കിലാണ് ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത്. 150 മീറ്റർ ഉയരവും 95 മീറ്റർ വീതിയുമാണ്. 48 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് 75 സെക്കൻഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എത്തുന്നത്. അത്രയും സ്പീഡിലാണ് ഈ ഒരു ലിഫ്റ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പൊതുവേ ഈ ഹൈറ്റ്സ് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഇവിടെ എക്സലേറ്റർ അല്ലാണ്ട് വേറെ താഴേന്ന് വരാൻ വേറെ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ എക്സലേറ്റർ കയറി. ഇപ്പോൾ ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കാണ് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എന്നാലും ആ ഒരു പേടിയോ എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തി. ഇതിൻ്റെ നേരെ പോകുന്നത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലാണേ. എനിക്കാണെങ്കിൽ ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോൾ അതിനേക്കാളും ടെൻഷനും പേടിയൊക്കെ ആവുന്നു. ഞാൻ ഒരിക്കലും ഇതിൽ നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഞാൻ നടന്നു കുറച്ചൊക്കെ. തൊട്ടപ്പുറത്ത് നിന്ന ഒരാൾ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഒക്കെ തന്നു കേട്ടോ, ഒരു ധൈര്യമൊക്കെ തന്നു. ഞാൻ വിചാരിക്കുന്നത് ഇതിലൂടെ നടന്നു പോകുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ഇത് പൊട്ടി താഴെ വീഴുമോ, ഇത്രയും സേഫ്റ്റി ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാം. എന്നാലും നമ്മുടെ ഒരു ഇന്നർ മൈൻഡിൽ പേടി ഉണ്ടാവുമല്ലോ.
താഴെ നിന്നൊരു കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ പൈസ കൊടുത്താലേ നമുക്ക് ഫോട്ടോ കിട്ടത്തുള്ളൂ. ഇവിടെ നോക്കിയാൽ അടിപൊളി വിഷ്വൽസ് ആണ്. ഇത് നമ്മുടെ പുതിയ ദുബായ് ആണ്. ശരിക്കും ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ കണ്ടിട്ട് അത്രയും നല്ല വിഷ്വലി അത്ര ഭംഗിയുള്ള സംഭവങ്ങളാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നേരിട്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുകളിലാണ് ഇങ്ങനെ നിൽക്കുവാണെന്നൊന്നും തോന്നത്തൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് അത് ഇങ്ങനെ സൂം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഔട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അത് ക്ലാരിറ്റി ഉണ്ടാവുമെന്നറിയില്ല. ഇവിടെ നിന്ന് കറക്റ്റ് നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും കേട്ടോ. പുതുമയ്ക്ക് എപ്പോഴും പുതിയതായിട്ടുള്ള ഒരു മനോഹാരിത കാണുമല്ലോ. അപ്പോൾ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ആയിട്ട്. നല്ല നല്ല ബിൽഡിങ്സൊക്കെയാണ്. എന്നാൽ പഴയ ദുബായിലേക്ക് വരുമ്പോഴത്തേനും അവിടുത്തെ ബിൽഡിങ്സിന് വേറെ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഭംഗി. പിന്നെ വെള്ളം ദാഹിച്ചിങ്ങനെ നടന്നിട്ട് അവിടുത്തെ കഫറ്റീരിയയിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചു. ഇത് ബേക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. ഞാനതിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എനിക്ക് ആ മിനിയൻ ബേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിക്കണം എന്നില്ല, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ എന്തോ ഒരു എഫക്റ്റ് കാണുമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും തോന്നിയില്ല. ചിലപ്പോൾ ഇനി ഞാൻ ചെയ്തത് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാനും വെച്ചു, ചേട്ടനും വെച്ചു. ഇതിൽ നമ്മൾ കാശ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്ന ഒരു കോയിൻ പോലെ ആ ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി റൊട്ടേറ്റ് ചെയ്യേ. ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എനിക്കൊന്നും കിട്ടുന്നുമില്ല. കുറേ സമയം ഞാൻ റൊട്ടേറ്റ് ചെയ്യും. നീ റൊട്ടേറ്റ് ചെയ്യടാ. എൻ്റെ അടുത്ത് റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് കൈ വേദനിക്കുന്നു. ചില സമയത്ത് ഈ സംഭവം ടൈറ്റ് ആവുന്നു, ലൂസാവുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. കുറേ സമയമായിട്ട് ഞാനിങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇനി എനിക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനില്ല ചക്രം കറക്കുന്ന പോലെ കറക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്കാണെങ്കിൽ പേടിയുണ്ട്, ഇതെങ്ങാണ്ടെങ്കിലും ഒടിഞ്ഞു പോവോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ. ഞാൻ ടൈറ്റ് ആവും തോറും ഞാൻ പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നീ ടേൺ ചെയ്യേ. ഇല്ല, ടേൺ ചെയ്യ നല്ല രീതിയിൽ. ഏത് ഇല്ല, ഞാൻ വിചാരിച്ചു അത് തിരിച്ച് ഞാനത് പൊട്ടിച്ച് ഒരു വശത്താക്കി. നോക്കട്ടെ, കാണാൻ പറ്റുന്നില്ല. അവസാന അധ്വാനത്തിനൊടുവിൽ എനിക്ക് ആ കോയിൻ കിട്ടി. പിന്നെ ഇതൊരു ഓർമ്മയാണല്ലോ, അപ്പം ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി ആ കോയിൻ എടുത്ത് വെച്ചതാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പ്രസന്റ് ദുബായിൽ നിന്ന് നേരെ പോയത് ഫ്യൂച്ചർ ദുബായിലേക്കാണ്. ആദ്യം നമ്മൾ കയറിയ ലിഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് ഈ സൈഡിൽ എത്തുന്നത് കേട്ടോ. 2050 ആവുന്ന സമയത്ത് ദുബായ് എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെയുള്ളൊരു പ്ലാനാണ് ഇതിൽ. ഇനി ദുബായ് എത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ 2050 ആവുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോഴേ അവർക്കൊരു പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളും കാര്യങ്ങളും ഒക്കെ അവരവിടെ പ്രൊജക്റ്റ് ചെയ്യുവാണ്. ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് ഉയർച്ചയിലെത്താൻ പറ്റുന്നതും അതിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ആണ് ഇതൊക്കെ. നമ്മളെല്ലാ മനുഷ്യർക്കും ഒരു പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്രസൻറ്റിൽ തന്നെയായിരിക്കും. നമുക്കൊരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ ഇതൊക്കെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നാളെ എന്താ എൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചാൽ ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകാം എന്നുള്ളതല്ലാതെ മറ്റൊരു ആൻസർ എനിക്ക് പോലും പറയാൻ പറ്റില്ല. ഓരോ ഡെവലപ്മെൻറ്റ്സും കൊണ്ടുവരുന്ന സമയത്ത് അത് മിസ്റ്റേക്കായി അത് തിരുത്തി, ഓരോ മേഖലയിലെയും മിസ്റ്റേക്സ് തിരുത്തി എത്രയോ നാളെടുത്തിട്ടായിരിക്കും 2050 അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇങ്ങനെയൊക്കെ പല ചിന്തകളും കടന്നു പോയ ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി നോക്കുമ്പോഴത്തേനും ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതെങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപിടിച്ചെന്ന് പോലും അറിയത്തില്ല. എല്ലാവരുടെ അടുത്തും ചെല്ലുന്നുണ്ടാവും. നമ്മൾ വന്ന് കയറുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ അവർ. എന്നിട്ട് ഇതിങ്ങനെ ഫ്രെയിമാക്കി വെച്ച് നമുക്ക് തരും. പക്ഷെ നമ്മളത് പേയ്മെൻറ്റ് ചെയ്യണം. ചേട്ടൻ അത് വേണമെന്നുള്ളത് കൊണ്ട് അത് മേടിച്ചു. അങ്ങനെ 3 കാലഘട്ടങ്ങളുടെയും ഒരു ദുബായ് കണ്ടതിന് ശേഷം പുറത്തിറങ്ങുവാണ്. നല്ല വെയിലുണ്ടായിരുന്നു.
ഇത് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ അത്ഭുതങ്ങളിലേക്കാണല്ലോ കയറി പോയതെന്ന് തോന്നിപ്പോവും കേട്ടോ. വെയിൽ അടുക്കും തോറും ഇതിൻ്റെ ഗോൾഡൻ ഡിസൈൻ കാണാനുള്ള ഭംഗി കൂടി വരുവാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു ഭംഗിയായിട്ടാണ് ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ നടന്നൊക്കെ ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാം. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള വിശാലമായിട്ടുള്ള ഒരു പാർക്കാണ്. ഇവിടെ നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല തണലൊക്കെ തട്ടി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത് ഞാൻ താഴെ മൊബൈലിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും ഉയരത്തിലുള്ള ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴത്ത് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. ആ വിഷ്വല് എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തൊട്ടടുത്തുള്ള ബെഞ്ചിലിരുന്ന രണ്ടുപേരും എണീറ്റ് പോയപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചു അവിടെ തണലും കൊണ്ട് ഇരിക്കാമെന്ന്. പക്ഷേ ഇത്രയും ചൂടത്തായിരുന്നു അവരിരുന്നേന്ന് തോന്നിപ്പോയത്. ഈ ഒരു വെളിച്ചം അടിച്ചിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് നടക്കാം, ഇതൊക്കെ ഒന്ന് എടുക്കാം, ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. ഇങ്ങനെ പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വെയിലത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ കണ്ണ് തുറക്കാൻ പറ്റത്തില്ലല്ലോ, കണ്ണ് അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോയി. പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഇനി കയറാനുള്ള ആൾക്കാർ. കാരണം സൺസെറ്റ് കാണാനാണ് കൂടുതലും ആൾക്കാർ കയറി വരുന്നത്. നല്ല രസമാണ് ആ വിഷ്വല്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. എനിക്ക് എവിടെ ചെന്നാലും ഇപ്പം ഇടിയപ്പം, ഇഡലി, മീൻകറി എന്തോ എൻ്റെ ഒരു വല്ലാത്തൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ അതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു വരുവാണ്. കുറച്ചധികം സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറി സാധനങ്ങളൊക്കെ മേടിച്ച ശേഷമാണ് ഞങ്ങൾ വരുന്നത്. ഒത്തിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എൻ്റെ കമ്മൽ തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. നല്ല കമ്മലായിരുന്നു. പക്ഷേ അത് നമുക്ക് ശരിയാക്കാൻ പോലും പറ്റാത്ത രീതിക്ക് അത് തെറിച്ചു പോയി. തിരിച്ചു വന്നപ്പോൾ നല്ല ടയേർഡായി കേട്ടോ. ഇതിന് മുന്നേ ശരിക്കും ഞാൻ ദുബായ് ഫ്രെയിം കാണുന്നത് വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ലാസ്റ്റ് വീട്ടിലെത്തി ഭയങ്കരമായിട്ട് ടയേർഡായി പോയായിരുന്നു. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ചൂടും സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. ഇപ്പം തന്നെ നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി വീടെത്തി. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കുറവായിരുന്നു, ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ അതെല്ലാം മേടിച്ച് കഴിഞ്ഞ് കുറേ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.